ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ളൊരു പരിപ്പ് വടയുടെ റെസിപ്പിയുടെയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ: ഇത് നമ്മളൊരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത പരിപ്പാണ്. പിന്നെ ഒരു 3 വറ്റൽമുളക്, ചെറുതായി അരിഞ്ഞ ഇഞ്ചി, ചെറുതായി അരിഞ്ഞ ഒരു വലിയ ഉള്ളി, പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഈ പരിപ്പൊന്ന് അരച്ചെടുക്കണം. പരിപ്പിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത്. വെള്ളം ചേർക്കാതെ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ. കുറച്ച് പരിപ്പ് നമ്മളിതിലേക്ക് അരക്കാതെയും ചേർത്ത് കൊടുക്കണം. അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം പരിപ്പ് അങ്ങനെ തന്നെ ചേർക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്ന മുളക്, ഇഞ്ചി, വലിയുള്ളി, കറി ലീവ്സ് എന്നിവ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് പൊടികളായിട്ട് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണ് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതി. പിന്നെ നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിങ്ങാണ്ട് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർക്കണം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല, അപ്പോൾ നമുക്കത് ആ ഷേപ്പിന് കിട്ടില്ല. പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്കിതൊരു ലൂസ് കൺസിസ്റ്റൻസി ആയതുകൊണ്ടാണ് തോന്നുന്നത് എന്നുണ്ടെങ്കിലും കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ടൈറ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. മാവിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് കയ്യിലിങ്ങനെ ഒരു ഉരുട്ടിയെടുക്കാം. എന്നിട്ട് കയ്യിൽ തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു ഉരുളയായി എടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു കൈ വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് നമുക്കത് നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്കത് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണ് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ ഒന്ന് വെള്ളത്തിലിട്ടൊന്ന് കൈ മുക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇതുപോലെ നല്ല ഷേപ്പിൽ കിട്ടും. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഒന്ന് കുക്കായതിനു ശേഷം നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഒരു ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചായക്കടകളിൽ നിന്നൊക്കെ കിട്ടുന്ന സെയിം ടേസ്റ്റാണിതിന്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതുപോലുള്ള റെസിപ്പിയുടെയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.